സുപ്രധാന വാർത്ത. ആശാവർക്കർമാരുടെ രാപ്പകൽ സമരത്തിൽ കൂടുതൽ പേർക്കെതിരെ കേസ്. മഹാസംഗമത്തിൽ പങ്കെടുത്ത 14 പേർക്കെതിരെയാണ് കേസെടുത്തത്. ഉദ്ഘാടകൻ ജോസഫ് സി മാത്യുവിനെ ഒന്നാം പ്രതിയാക്കിയാണ് കേസ്. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, ആശാവർക്കർമാർക്കെതിരെ വീണ്ടും അമ്പുകൾ എയ്യുകയാണ് സർക്കാർ. തീർച്ചയായിട്ടും ആശാവർക്കർമാർക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം ചെലുത്തുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സർക്കാരിന്റെ നീക്കമെന്ന് വേണം ഇതിൽ പറയാൻ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വഴിമുടക്കി സമരം ചെയ്യുന്നതിനെതിരെ കേസെടുക്കുമെന്നുള്ള താക്കീത് നൽകിയിരുന്നു. കന്റോൺമെന്റ് പോലീസ് അവിടെ നിന്നും ഒഴിഞ്ഞു പോകണമെന്ന് ആശാവർക്കർമാർ പിന്നാലെയാണ് ആശാവർക്കർമാർക്കെതിരെ ആദ്യഘട്ടത്തിൽ കേസെടുത്തത്. ഇപ്പോൾ വീണ്ടും രണ്ടാം ഘട്ടത്തിൽ 14 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. മഹാസംഗമത്തിൽ പങ്കെടുത്ത 14 പേരെയാണ് കേസിൽ പ്രതി ചേർത്തത്. ഉദ്ഘാടകനായിട്ടുള്ള ജോസഫ് സി മാത്യുവിനെയാണ് ഒന്നാം പ്രതിയായി കേസെടുത്തിരിക്കുന്നത്. 48 മണിക്കൂറിനുള്ളിൽ സ്റ്റേഷനിൽ ഹാജരാകാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കന്റോൺമെന്റ് പോലീസാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളത്. കണ്ടാൽ അറിയാവുന്ന 1000 പേർക്ക് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. സമരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തിയ ആളുകളെ ഉൾപ്പെടെയാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഏതായാലും കടുത്ത നീക്കവുമായി തുടരുകയാണ്. പക്ഷേ സമരം അവസാനിപ്പിച്ച് പോകുന്നില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ആശാവർക്കർമാർ ഇപ്പോഴും തുടരുന്നത്. കാളിദാസൻ. ശരി വിഷ്ണു.